അവിടെ കറണ്ടിൽ എൻ്റെ ഇവിടെ ഉള്ളത് നമ്മുടെ ആരോണും അമൃതയാണ്. ഇവർ രണ്ടുപേരും കോട്ടയത്തു നിന്നാണ്. ആരോണിന്റെ സ്ഥലം എവിടെ? കോട്ടയം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലാണ് വരുന്നത്. ഓക്കെ. വീട്ടിലാരൊക്കെയല്ലേ? വീട്ടില് അച്ഛൻ, അമ്മ, അമ്മച്ചി. അച്ഛൻ എന്തായിരുന്നേ? അച്ഛൻ ബിസിനസ്. അമ്മ വർക്കിംഗ് ആണോ? അമ്മ നേഴ്സാണ്. നേഴ്സാണ്. ഓക്കെ. യു കെ നേഴ്സാണ്. ഓക്കെ. യു കെ നേഴ്സുള്ള കുറേ പാരൻസ് ഉണ്ടല്ലേ അതിനകത്ത്? ഓക്കെ ഓക്കെ ഫൈൻ. സോ അങ്ങനെ ഇവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കോളം ആവുന്നുണ്ട്. അപ്പോൾ കറണ്ടിൽ ഈ ഒരാഴ്ച കൊണ്ട് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു 2ാമത്തെ തവണയാണ് നീ ക്യാമ്പസിലോട്ട് വരുന്നത്. 25-ാം തീയതി വന്നതുകൊണ്ട് ഓൾറെഡി ഞാൻ നിന്നെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ 2ാമത്തെ തവണയാണ് ക്യാമ്പസിലോട്ട് വരുന്നത്. ഈ 2ാമത്തെ തവണ ഇവിടെ വരുമ്പോൾ ആ ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരു ഫീലിംഗ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്യാമ്പസ് വിസിറ്റ് ചെയ്തപ്പം ടോട്ടലി കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. നല്ല വലുപ്പമുണ്ട്. ഇപ്പം നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കണക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നമുക്ക് വിസിറ്റ് ചെയ്യുമ്പം തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ ആൾക്കാരെ പറ്റി പറയുവാണെങ്കിൽ തന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പം പുറത്തിറങ്ങുമ്പോഴും എല്ലാവരും നമ്മളെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും, കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു സെലിബ്രിറ്റി ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഒരു സ്നേഹം ഉണ്ട്, ഇന്ത്യൻസിനോട് ഒരു സ്നേഹമുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റഡീസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഇന്ത്യൻ ഫാക്കൽറ്റീസിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിഷയം. ഈ ഒരു ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നാട്ടിൽ പഠിപ്പിക്കുന്ന റോഹിത് സാറൊക്കെ ഉണ്ട്. സോ അവരൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കംഫർട്ട് കിട്ടുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു അതേ ഫീൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. കാരണം ഇപ്പം ഈ രോഹിത് സാർ ആണെങ്കിലും നിമിത് സാർ ആണെങ്കിലും എല്ലാവരും കണ്ടു ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് അവർ നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അല്ല, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ മിണ്ടുന്നത്. അക്കാഡമിക്കിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ നല്ലതായിട്ട് പഠിക്കുക, ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് അവരും ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ മോനെ, താങ്ക് യു. അമൃത കോട്ടയത്ത് എവിടെയാടാ സ്ഥലം വരുന്നത്? ഐമനോ? എടാ ഐമനോ സിദ്ധുവിന്റെ വീടിന്റെ അടുത്ത് തോന്നില്ലേ? നമ്മുടെ ഐമന സിദ്ധു സിനിമ ഇന്ത്യൻ റുപ്പി അല്ലേ? ഇന്ത്യൻ റുപ്പി അല്ലേ? ഫഹദ് ഫാസിലല്ലേ? അതിനടുത്താണ് എൻ്റെ വീട്. പിന്നെ എവിടെയാ? ഐമനത്താണ്. ഓക്കെ. അമൃത വീട്ടിലാരല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ. അമ്മയച്ഛനൊക്കെ എന്തായിരുന്നേ? അച്ഛൻ പോലീസാണ്, അമ്മ മനോരമയിൽ വർക്ക് ചെയ്യുന്നു, ചേട്ടൻ UK പോവാനായിട്ട്. സോ അപ്പൊ ഞാനാണോ നിന്റെ വീട്ടിൽ വന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു? ഓക്കെ. സീരിയസ്ലി ഞാൻ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്ന് മേടിച്ചു എന്ന് പറഞ്ഞ നാളെ ഞാൻ ചിന്തിച്ചിരുന്ന പൂജയാണ്. ഈ മെമ്മറിയുടെ പ്രശ്നമാണ്. ഓക്കെ. സോ ഞാൻ അമൃത ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അമൃതയുടെ എത്തിയിട്ട് കറണ്ടിൽ ഏകദേശം ഒരു 1 വീക്കോളം ആവുന്നുണ്ട്. അമൃതയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ക്യാമ്പസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചും അത് കൂടാണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ കുറിച്ചൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ക്യാമ്പസ് നല്ലതാണ്. ഫ്രണ്ട്സ് നമുക്ക് ഫുള്ള് മലയാളീസ് തന്നെയാണ്. അതായത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് സെലിബ്രിറ്റി ഫീലാണ് കിട്ടുന്നത്. എല്ലാവരും പുറകെ ഒന്ന് ഫോട്ടോ എടുക്കും. ഇന്ത്യൻസിനോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ടോട്ടലി സേഫ് ആണെന്ന് തോന്നുന്നു. ആസ് എ ഗേൾ ഇപ്പം നോർമലി എല്ലാ പാരൻസിനും വേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പെൺമക്കൾ അവിടെ സേഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസ് ആയാലും അവർ നമ്മുടെ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകണം, അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. സോ നിങ്ങളുടെ എന്താണ് സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കൺട്രിയിൽ? സേഫ് ആണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഭയങ്കര കാര്യമാണ്, നമ്മൾ ഭയങ്കര സ്നേഹം പുറകെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ മോളെ, താങ്ക് യു.